നമസ്കാരം. പാറ്റ പ്രക്ഷോഭത്തിൽ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ച കലാപാഹ്വാനങ്ങൾ നടത്തിയ എല്ലാവർക്കും നല്ല ഒന്നാം തരം പണി കിട്ടാൻ പോവുകയാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു. ആദ്യം കേന്ദ്ര സർക്കാർ വളരെ സംയമനത്തോടു കൂടിയാണ് പാറ്റകളുടെ പ്രക്ഷോഭത്തെ നേരിട്ടത്. ആദ്യത്തെ ഒരു മാസം കാര്യമായ രീതിയിലുള്ള ഒരു പോലീസ് എതിർപ്പ് പോലും ഇല്ലായിരുന്നു. ഇവിടെ അഭിജിത് ദീപ്കെ ഇറങ്ങിയ ഉടൻ തന്നെ പോലീസിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അതിന് അവർ തയ്യാറായില്ല. അത് മാത്രമല്ല 6-7 ദിവസം മുന്നേ അപേക്ഷ കൊടുത്താൽ മാത്രമേ ജന്തർ മന്ദർ അനുവദിക്കേണ്ടതുള്ളൂ. എന്നാൽ അതിന് വരുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നെയാണ് ജന്തർ മന്ദറിൽ പ്രക്ഷോഭം നടത്തണമെന്ന് അവർ പറഞ്ഞത്. ആ ജന്തർ മന്ദറിന്റെ പ്രക്ഷോഭ വേദി അനുവദിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ അവർ ചോദിച്ച എല്ലാ ആവശ്യങ്ങളും നിറവേറി കൊടുത്തു. 1 മാസത്തോളം അവരുടെ പ്രക്ഷോഭത്തിന് കാവലും നിന്നു. അത് ഒരു കൃത്യമായ തന്ത്രമായിരുന്നു. കാരണം ഇവർക്ക് പിന്നിൽ ഒളിച്ചിരുന്ന പാറ്റകൾക്ക് പിന്നിലെ മാരീചന്മാരെ കണ്ടെത്തണമല്ലോ. യഥാർത്ഥത്തിൽ പ്രക്ഷോഭം ആരാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നറിയണമല്ലോ. നിരന്തരം കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തുന്ന ഒരു പക്ഷേ രാജ്യവിരുദ്ധമായ സ്റ്റേറ്റ്മെന്റുകൾ പോലും പറയുന്ന നിരവധി ആൾക്കാർ പിന്നെ അതിനുശേഷം പ്രക്ഷോഭ വേദിയിലേക്ക് എത്തി. 3-4 പാസ്പോർട്ടുകൾ കൈവശം വെച്ചിരിക്കുന്ന പ്രകാശ് രാജ്, ഇന്ത്യക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന അരുന്ധതി റോയ്, പിന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, രാഹുൽ ഗാന്ധി, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത BJPക്കെതിരെ NDAക്കെതിരെ നിരന്തരമായ സമര പോരാട്ടങ്ങളിൽ വ്യാപൃതരായിട്ടുള്ള എല്ലാ ആൾക്കാരും കയറി വന്നു. ഇന്നിതാ ശശികുമാറും വന്നിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ട് കേരളത്തിൽ നടന്ന ഒരു പ്രശ്നവും കണ്ടിട്ടില്ല. ഇവരാരും തന്നെ കണ്ടില്ല. കേരളത്തിൽ നിന്ന് ധാരാളം ഈ ഇൻഫ്ലുവൻസേഴ്സ് അടക്കം നിരവധി ആൾക്കാരാണ് ഡൽഹിയിലെത്തിയത്. അവർ PSC വിദ്യാർത്ഥികൾ മണ്ണ് വാരി തിന്നുകൊണ്ടുള്ള പ്രക്ഷോഭം കണ്ടില്ല. കോൺസ്റ്റബിൾ സമരവുമായി ബന്ധപ്പെട്ട് ശയനപ്രദർശനം നടത്തിയതോ, അവരുടെ അച്ഛനമ്മമാർ നടത്തിയ പ്രക്ഷോഭമോ, അതോടൊപ്പം തന്നെ ഈ കോൺസ്റ്റബിൾ പരീക്ഷയിൽ തസ്തികയിൽ വരേണ്ട ആൾക്കാരായിട്ടുള്ളവർ ഈ ശവമഞ്ചത്തിനകത്ത് കിടന്നുകൊണ്ട് നടത്തിയ പ്രക്ഷോഭമോ, കുറെ അധികം ദിവസങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലും പല ഭാഗങ്ങളിലുമായി നടത്തിയ ഒരു പ്രക്ഷോഭവും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലം PSCയെ വലിയ രീതിയിൽ അഴിമതി കറം മുക്കിയ ഭരണ നേതൃത്വത്തെയും കണ്ടില്ല. അനാവശ്യമായി തിരികെ കയറ്റിയ പാർട്ടി നേതൃത്വം ഇടപെട്ടുകൊണ്ട് അനാവശ്യമായി തങ്ങളുടെ പാർട്ടിയിലെ സഖാക്കന്മാരെ തിരികെ കയറ്റിയതും അവരാരും തന്നെ കണ്ടില്ല. അത് മാത്രമല്ല, എത്രയോ അധികം ആൾക്കാരുടെ ജീവിതവും ഒക്കെ നശിപ്പിച്ചുകൊണ്ടാണ് മൂല്യനിർണ്ണയത്തിൽ പോലും കൃത്രിമത്വം കൊണ്ടുവന്നത്. 240ഓളം പേരുടെ OMR മെഷീൻ കംപ്ലൈന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായി അത്തരം വാദം ഉന്നയിച്ചുകൊണ്ട് അത് സ്വന്തം കൈകൊണ്ട് മൂല്യനിർണ്ണയം നടത്തുന്ന അവസ്ഥ വരെ എത്തി. അങ്ങനെ തിരികെ കയറ്റകൾ വ്യാപകമായി നടത്തും. അത് മാത്രമല്ല, ഈ എക്സ്പീരിയൻസിലും അതോടൊപ്പം തന്നെ മറ്റു പല യോഗ്യതകളിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സംസ്ഥാനത്തുടനീളം പരീക്ഷകളിൽ വലിയ രീതിയിലുള്ള കൃത്രിമത്വം നടന്നതൊന്നും തന്നെ ഇവരാരും തന്നെ കഴിഞ്ഞ 10 വർഷവും കണ്ടില്ല എന്നുള്ളതാണ്. പുറത്തു വന്നതിന് ശേഷം പോലും നാളിതുവരെ ഒരു പ്രതികരണം നടത്താൻ പോലും ഈ ജനാധിപത്യവാദികൾക്ക് കരുത്തില്ലായിരുന്നു എന്നതാണ്. കോടാനുകോടി മനുഷ്യരുടെ കണ്ണീരിന്റെയും കഷ്ടപ്പാടിന്റെയും ഫലമൊന്നും അവർ തിരിച്ചറിയില്ല. ഈ പരീക്ഷ എഴുതാൻ വന്ന വിദ്യാർത്ഥികളുടെ മാത്രമല്ല, അവരുടെ അച്ഛനമ്മമാരുടെ പോലും കണ്ണുനീര് ഇവരാരും തന്നെ കണ്ടില്ല. അതുമാത്രം നിരവധിയായിട്ടുള്ള അഴിമതികൾ, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള അഴിമതികൾ, ഇവരാരും തന്നെ ഇതൊന്നും കാണാത്ത പക്ഷം നേരെ ഡൽഹിയിൽ ഒരു പരീക്ഷ, നീറ്റ് പരീക്ഷയിൽ ലീക്ക് സംഭവിച്ചു. നീറ്റ് പരീക്ഷയിൽ ലീക്ക് സംഭവിച്ചതിന് ശേഷം അത് പുറത്തുവിട്ടതും കേന്ദ്ര സർക്കാരാണ്. അതിനുശേഷം സത്വരമായ നടപടികൾ സ്വീകരിച്ചു. എയർഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൈകാര്യം ചെയ്തത്. കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്തി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് കേരളത്തിൽ വീണ്ടും ഒരു ചോദ്യം പേപ്പർ ലീക്ക് നടന്നത്. ഇതൊന്നും തന്നെ ചോദ്യം ചെയ്യുവാനോ ഇതിനെതിരെ വിമർശനം നടത്തുവാനോ ആളില്ല. വടക്കോട്ട് മാത്രം നോക്കിയിരിക്കുന്ന കുറെ ബുദ്ധിജീവികളും ഇൻഫ്ലുവൻസർമാരും ഒക്കെയായി കേരളത്തിന്റെ മാപ്രകൾക്ക് മാത്രമേ ഇതിലൊക്കെയുള്ള സംശയങ്ങളുള്ളൂ. എന്തായാലും ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവർ ആലോചിച്ച് കാണില്ല, ഡൽഹിയിൽ പോയി ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിയാൽ, ഇത്തരത്തിലുള്ള കലാപാഹ്വാനങ്ങൾ നടത്തിയാൽ 8ന്റെ പണി കിട്ടുമെന്ന്. അവിടെ ചെന്ന് ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഡൽഹിയിൽ ചെന്ന് പറഞ്ഞു ഇത് മതത്തിന്റെ അന്ത്യവിധിയുടെ സമയമാണെന്ന് പറഞ്ഞു. ചില ആൾക്കാർക്ക് 370 തിരികെ കൊണ്ടുവരണം, ചില ആൾക്കാർക്ക് ഭാരതം തന്നെ വിഭജിക്കണം, ചില ആൾക്കാർക്ക് ഭീകരവാദികളെ വെള്ളപൂശണം, ചില ആൾക്കാർക്ക് മതനിയമം കൊണ്ടുവരണം. അങ്ങനെ പല ആവശ്യങ്ങൾ. കൂട്ടത്തിൽ ഈ ആവശ്യങ്ങൾക്ക് പുറമെ മോദിയെ കൂടെ തെറിയും വിളിക്കുക. മോദി എന്ത് തെറ്റാണ് ചെയ്തത്? ഈ രാജ്യത്ത് ഏറ്റവും അധികം എയിംസ് കൊണ്ടുവന്നത് നരേന്ദ്രമോദിയുടെ സമയത്താണ്. 12 എയിംസ് ആണ് ഈ രാജ്യത്ത് വന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1 എയിംസ് ആണെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 എയിംസ്. 380 മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 840 മെഡിക്കൽ കോളേജ്. 51,000 മെഡിക്കൽ സീറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 1,1,5 ലക്ഷത്തിലധികം മെഡിക്കൽ സീറ്റുകൾ. അത് മാത്രമല്ല, PG പ്രവേശനത്തിലും അല്ലെങ്കിൽ PG എണ്ണത്തിലും കാര്യമായ രീതിയിലുള്ള വർധന. ഏകദേശം 39 ഉണ്ടായിരുന്ന 81, 90 ആയി, ഇത് 90,000 ആയി ഇത് വർദ്ധിപ്പിച്ചു. ഈ രീതിയിൽ സമൂലമായ പരിവർത്തനം എല്ലാ മേഖലയിലും കൊണ്ടുവന്നു. വിദ്യാഭ്യാസ പുരോഗതിയിൽ ഏറ്റവും അധികം കൈവരിച്ചത് കഴിഞ്ഞ 12 വർഷത്തിന്റെ കാലയളവിലാണ്.
ഈ കാലഘട്ടത്തിൽ അത്രയും ഇന്ത്യക്ക് വേണ്ടി സ്വന്തം ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ഒരു മനുഷ്യന് നേരെയാണ് കേട്ടാൽ അറക്കുന്ന തെറിവിളികളുമായിട്ട് ഇവർ ഡൽഹി നഗരത്തിൽ സജീവമായത്. കേവലം കുറച്ചു പേർ വിചാരിച്ചാൽ തെരഞ്ഞെടുപ്പിൽ 290-ലധികം സീറ്റുകൾ നൽകി വിജയിപ്പിച്ച ഒരു പ്രസ്ഥാനത്തിനെ അങ്ങ് താഴെ ഇറക്കാമെന്ന് വിചാരിച്ചു. ഇവർ ഉപയോഗിക്കുന്ന വളരെ മലീമസമായ വാക്കുകൾ കൊണ്ട് എല്ലാവരും നാണം കെട്ട് ഈ രാജ്യം വിട്ട് ഓടുമെന്നാരെങ്കിലും കരുതിയോ? അങ്ങനെ കരുതിയെന്നുള്ളവർക്ക് തെറ്റി. ഈ കലാപകാരികളെ അടിച്ചമർത്തുക തന്നെ ചെയ്യും. ഇവർ പല ആൾക്കാരും നീറ്റ് ലീക്കിന്റെ പേരിൽ വന്നവരല്ല, മറിച്ച് ഈ രാജ്യത്തിനെ അട്ടിമറിക്കുവാൻ വേണ്ടി വന്നവരാണ്. അല്ലെങ്കിൽ പിന്നെ 370 തിരികെ കൊണ്ടുവരുന്നതിനെയും അതോടൊപ്പം തന്നെ രാജ്യത്തിൽ അക്രമം നടത്തുന്നതിനെയും വിഘടനവാദം നടത്തുന്നതിനെയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവർ എന്തിനായിരിക്കും ഡൽഹിയിൽ കഴിഞ്ഞുകൂടുന്നത്? അവരുടെ ലക്ഷ്യങ്ങൾ ഇതൊന്നുമല്ല എന്ന ഇതിൽ നിന്ന് തന്നെ ബോധ്യമാകുന്നതാണ്. എന്തായാലും ഇത്തരം ആൾക്കാരൊന്നും തന്നെ രക്ഷപ്പെടുവാൻ പോകുന്നില്ല. അവർ ഓരോരുത്തരായിട്ട് പിടിക്കപ്പെടുക തന്നെ ചെയ്യും. രഞ്ജിനി ഹരിദാസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ഒരു ബ്ലോഗർ അവരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും കൊണ്ടാണ് പോയത്. ഈ പ്രക്ഷോഭം നടക്കുന്നിടത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റിന് എന്ത് പ്രാധാന്യമാണുള്ളത്? ഇനി അത് പോരാഞ്ഞിട്ട് അവിടെ ചെന്ന് കളവും പറഞ്ഞു. അതായത് പോലീസുകാരാണ്, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ആണ് ഒരു ട്രക്ക് നിറയെ കല്ലുകളുമായി എത്തിയത്. എന്നിട്ട് അവർ അത് വിദ്യാർത്ഥികൾക്ക് നേരെ വലിച്ചെറിയുകയായിരുന്നു എന്ന് പറഞ്ഞു. 150-ലധികം പോലീസുകാർക്കാണ് പരിക്കേറ്റത്. അതിൽ സ്ത്രീകളുണ്ടായിരുന്നു. നിരവധിയായ വാഹനങ്ങൾ തകർക്കപ്പെട്ടു. അങ്ങനെ വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടന്നു. നിരോധിത മേഖലയായിട്ടുള്ള പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. എന്തിന്? പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോലും മാർച്ച് നടത്തുകയും അത് ഒരു കാരണവശാലും വാഹനങ്ങൾ സ്ലോ ആയി പോകുവാൻ പോലും അവിടെ അവസരമില്ലാത്ത ഇടങ്ങളിലാണ് ഇതൊക്കെ ചെയ്തതെന്നാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? കേവലം ഒരു മന്ത്രി രാജിവെക്കുവാൻ വേണ്ടിയിട്ടാണോ? അല്ല. അവരുടെ ഉദ്ദേശം മന്ത്രിയുടെ രാജിയല്ല, നരേന്ദ്രമോദിയുടെയും രാജിയല്ല, രാജ്യത്തിന്റെ തകർച്ചയാണ്. അല്ലെങ്കിൽ പിന്നെ പാർലമെന്റ് കത്തിക്കണമെന്നും ഭരണഘടന കത്തിക്കണമെന്നും ഇവർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്? ഭരണഘടന ഉയർത്തിപ്പിടിച്ചവർ മാത്രമല്ല, ഭരണഘടന കത്തിച്ചവരുണ്ട്. വെറും പ്രകസനം മാത്രമായിരുന്നില്ല അത്. കേവലം പ്രകസനത്തിനപ്പുറം അവരുടെ ലക്ഷ്യങ്ങൾ തന്നെയായിരുന്നു. ഡൽഹി കലാപത്തിലെ മുഖ്യപ്രതികളെ വെള്ളപൂശുന്നത് ഏത് നീറ്റ് ലീക്കേജിന്റെ ഭാഗമായിട്ടാണ്? ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഡൽഹിയിൽ അരങ്ങേറുന്നുണ്ടെങ്കിൽ അത് ചിലതിൻ്റെയൊക്കെ സൂചനയാണ്. പക്ഷേ ആ ചിലതിനെയൊക്കെ അടിച്ചമർത്തുവാനും അതിവിടെ നിന്ന് ആട്ടി ഓടിക്കുവാനും ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നല്ല ശേഷിയും കേൾപ്പുമുണ്ട്. ചില ആൾക്കാരുണ്ടല്ലോ, ഈ അഹിറ എന്നൊക്കെ പറഞ്ഞുള്ള മോഡലിനെ പോലെ, 27 വയസ്സുള്ള മോഡലിനെ പോലെ പോലീസ് വാൻ ചെന്ന് തടഞ്ഞു നിർത്തി ഹീറോയിസം കാണിക്കാം. ബംഗ്ലാദേശിൽ നിന്ന് ആവേശം ഉൾപ്പെട്ടതാണ്. ഇപ്പോൾ തസ്ലീമ നസ്ലിനൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അത് മാത്രമല്ല, ഇവർക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയോ ചെയ്യുന്ന സെലിബ്രിറ്റികളെ അൺഫോളോ ചെയ്യും, അവരെ യൂസ്ലെസ് എന്ന് വിളിക്കും, അവരെ കണ്ണി കണ്ട മോശമായ കാര്യങ്ങളൊക്കെ പറയും. എന്തൊക്കെയാണ് പേളിമാണിക്കെതിരെ പറഞ്ഞത്? പക്ഷേ പേളിമാണി ചങ്കൂറ്റമുള്ള വ്യക്തിയാണ് കേട്ടോ. അവർ നന്നായി തിരിച്ചു പറഞ്ഞു. അവർക്കെതിരെ പറഞ്ഞ ജോ എന്ന മലയാറ്റൂർ രാമകൃഷ്ണന്റെ മകൻ, ആ മകന് നേരെ വളരെ കൃത്യമായ രീതിയിൽ, പണിയൊന്നുമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാമെന്ന് പറഞ്ഞ പേളിമാണി വളരെ കൃത്യമായ രീതിയിലുള്ള പ്രതിഷേധം തന്നെ രേഖപ്പെടുത്തി, വിമർശനം തന്നെ രേഖപ്പെടുത്തി. അയ്യോ, ഇതാ എന്റെ അച്ഛന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചത് മാത്രം മിച്ചം. അതാ അങ്ങോട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാണോ ഇവരെല്ലാവരും ധരിച്ചത്? ഷാജി കലാസിന്റെ മകനെ പോലെയോ അല്ലെങ്കിൽ മറ്റ് നടന്മാരുടെയോ സംവിധായകന്മാരുടെയോ മക്കളെ പോലെ വലിയ പ്രാധാന്യമൊന്നും ലഭിക്കാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും തിരികെ കയറ്റി പ്രാധാന്യം ലഭിക്കുവാൻ വേണ്ടി അവർ ശ്രമം നടത്തുന്നത്. പക്ഷേ ഇങ്ങനെയൊന്നും ശ്രമം നടത്തിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. പാറ്റാ സമരം എന്നത് ഒരു അനാവശ്യ സമരം തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇത് സിസ്റ്റത്തെ ബാധിച്ച ഒരു പ്രശ്നമാണ്. സിസ്റ്റത്തെ ബാധിച്ച പ്രശ്നത്തെ സിസ്റ്റം തന്നെ പരിഹാരം കണ്ടെത്തുക എന്നതാണ്. അതിന് രാജിയല്ല വേണ്ടത്, അതിന് വളരെ കൃത്യമായ നടപടിക്രമങ്ങളാണ് വേണ്ടത്. അതാണ് വേണ്ടിയിരുന്നത്. പക്ഷേ അതൊന്നുമല്ല ഇവരുടെ ആവശ്യം. അങ്ങനെ ആവശ്യം ഒരു പക്ഷേ രാജ്യം മൊത്തം ശുദ്ധീകരിക്കപ്പെടണമായിരുന്നു ഇവരുടെ ആവശ്യമെങ്കിൽ 2004 മുതൽ 2014 വരെ വിവിധ പരീക്ഷകൾ ചോദ്യം ചോർന്നല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ 10 വർഷക്കാലയളവ് വലിയ രീതിയിൽ ചോദ്യപേപ്പർ ചോർന്നു, വലിയ കൃത്രിമത്വം, വലിയ രീതിയിലുള്ള അഴിമതികൾ നടന്നു. ഇതിനൊന്നും ചോദ്യം ചെയ്യുവാൻ ഇവർ ഇല്ലാതായിരുന്നിട്ട് ഇപ്പോൾ മാത്രം ഇറങ്ങി പുറപ്പെടുന്നത് വ്യക്തമായും അത് ചില ഗൂഢ താല്പര്യങ്ങൾ കൊണ്ട് തന്നെയാണ്.